അതാ നോക്കൂ മുറ്റത്തൊരു മൈന. സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കഴിഞ്ഞ വഴി ഇട്ട് കഴിഞ്ഞ് കുറെ ആൾക്കാർ എനിക്കെതിരെ കുറച്ച് വീഡിയോസും കമന്റും ഒക്കെ ഇട്ടായിരുന്നു. സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സമയത്ത് 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ. പിന്നെ ഒരു വൃത്തികെട്ട സാധനം കണ്ടപ്പോ ഞാൻ അന്നേ നിർത്തി. ഇപ്പൊ അത് പൂർണ്ണമായി. ഞാൻ അന്നേ നിർത്തിയെങ്കിൽ പിന്നെ താൻ എന്തിനോട് എപ്പോഴും എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്? നിർത്തിയെങ്കിൽ നിർത്തിയിട്ട് പോണം മിസ്റ്റർ. വെറുതെ വലിച്ചു വാരി ഇവിടെ നിൽക്കരുത്. താങ്ക്സ്. വരട്ടെ. എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാന്? എന്ത് യോഗ്യത? മറ്റേ +2 ഒന്നുകൂടി എഴുതി പാസ്സായിട്ട് തിരിച്ചു വരണ. അത് ഞാൻ മറ്റേ ഡിഗ്രി ഒന്നുകൂടി പാസ്സായിട്ട് വരണ യോഗ്യത കിട്ടാൻ വേണ്ടി. ഇവനൊക്കെ ഏതാടാ? നിന്നെ വരെ വെള്ളത്തിന് മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ അച്ഛന്റെ കളി. അയാൾ കുറച്ച് ഗിവകൾ ചെയ്യുന്നുണ്ട്. ഒരു 10,000 പേര് കമന്റ് ഇട്ട ഒരാൾക്ക് അയാൾ കൊടുക്കുന്നുണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? തനിക്ക് എന്താ വയ്യേ? 10,000 പേര് കമന്റ് ഇട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെന്ന്. എന്താ തനിക്ക്? താൻ എന്താ ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശബ്ദം അടുത്തിറങ്ങിയ ജന്മാണ്. പക്കായിട്ട് പറയാം. നീ റോസ്റ്റ് ചെയ്തോ, അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. തന്തല്ലായ്മയാണ് ഇത്. തന്തയില്ലായ്മ. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ഏതാണ് ഇവന്മാരൊക്കെ? ഇതിൽ വലിയൊരു ദുരന്തമാണ് വയനാട് ഉണ്ടായത്. അന്നേരം അയാളുടെ വണ്ടി അയാളെ രക്ഷാപ്രവർത്തനത്തിന് കൊടുത്തു. നീ എന്താണ് കൊടുത്തത്? നീ എന്തിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? നീ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ. അത് മുന്നോട്ട് വെച്ച കാല, അത് പിന്നോട്ട് വെക്കാത്ത മുതലാ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്ത. എന്തോന്നറിയ ഇയാള് പിന്നോട്ടും മുന്നോട്ടും വെച്ച കാലിലാണൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു പച്ചയ മനുഷ്യനാണ്. അല്ലാതെ നിന്റെ കൊണയടി അല്ലടാ അത്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും. നീ ഗാന്ധിജിയാടാ. താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഞാൻ പോകുന്നു. ബൈ ബൈ.